ഒരിക്കൽ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നിൽ ഇരിക്കുകയായിരുന്നു. അവർ 1000 പേരുണ്ടായിരുന്നു. അവർ ബുദ്ധന്റെ ധർമ്മപ്രഭാഷണം കേൾക്കാൻ വന്നവരായിരുന്നു. ആ സമയത്ത് ബുദ്ധൻ ഒന്നും സംസാരിച്ചില്ല, മൗനമായിട്ട് ഇരുന്നു. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള പൂവ് ഉയർത്തി ആഴത്തിൽ ശ്രദ്ധയോടെ അതിനെ നോക്കി. സമയം കുറച്ച് കടന്നുപോയി. ഈ സമയത്ത് ശിഷ്യന്മാർ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ബുദ്ധൻ സംസാരിക്കാത്തത്? ഈ സമയത്ത് ബുദ്ധന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ മഹാകശ്യപൻ ബുദ്ധനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ നിർമ്മലമായ ശാന്തി ഉണ്ടായിരുന്നു. ബുദ്ധൻ മഹാകശ്യപനെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ അമൂല്യമായിട്ടുള്ള നിധിയുണ്ട്. അത് വാക്കുകൾക്ക് അതീതമാണ്. അത് വളരെ സൂക്ഷ്മമാണ്. അത് ഞാൻ മഹാകശ്യപന് നൽകിയിരിക്കുന്നു. വാക്കുകളിലൂടെ യഥാർത്ഥ ജ്ഞാനം അറിയാൻ കഴിയില്ല. മൗനത്തിലൂടെയാണ് അതിനെ അറിയാൻ കഴിയുക, അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിലൂടെ അതിനെ അറിയാൻ സാധിക്കും. ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, അനാവശ്യമായിട്ട് നിങ്ങൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത്. ആവശ്യമില്ലാതെ നിങ്ങൾ വെറുതെ സംസാരിക്കരുത്. വെറുതെ നമ്മൾ സംസാരിക്കുമ്പോൾ, ആവശ്യമില്ലാതെ വാദപ്രതിവാദങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പുണ്യാത്മാക്കള് പറയുന്നത്, നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, നല്ലതിനെ രുചിക്കുക, നല്ലത് അറിയുക, നല്ലത് അനുഭവിക്കുക. ഈ ഒരു ശ്രദ്ധ, ഈ ഒരു അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത്. ഊർജം സംരക്ഷിക്കപ്പെടുമ്പോഴാണ്, അത് ഉയർന്ന തലത്തിലാവുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നതാണ്. അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ഒരാളോടും ദോഷം നമ്മൾ കാണിക്കരുത്. ഒരാളെക്കുറിച്ച് നമ്മൾ ദോഷം മറ്റൊരാളോട് പറയരുത്. അത് നമ്മുടെ ഉള്ളിൽ ശക്തമാവുമ്പോൾ ഊർജത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ട് അവിടെ നമ്മൾ സമാധാനക്കേടിലൂടെ കടന്ന് പോകണം. ആ യഥാർത്ഥ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ, അതിൻ്റെ ശാന്തി അനുഭവിക്കണമെങ്കിൽ അത്രയും നമ്മുടെ ഉള്ള് ഒഴിഞ്ഞ് ഇരിക്കണം. മൗനത്തിന്റെ ആഴങ്ങളിൽ ആഴ്ന്ന നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഉള്ള് അത്ര കണ്ട് ഒഴിഞ്ഞ് നിൽക്കും. ഒരിക്കല് ഒരു നഗരത്തിൽ നിന്ന് ഒരു കച്ചവടക്കാരൻ നഗരത്തിന്റെ അടുത്ത് ചെറിയൊരു ആശ്രമത്തിൽ താമസിക്കുന്ന സന്യാസിയുടെ അടുത്തേക്ക് വന്നു. സന്യാസി ആ സമയത്ത് ധ്യാനത്തിലായിരുന്നു, മൗനത്തിലായിരുന്നു. ഈ കച്ചവടക്കാരന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ എപ്പോഴും കച്ചവടത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. ഏത് സാഹചര്യത്തിലും എവിടെ പോയാലും അയാൾ അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ ഉള്ളില് ചോദ്യങ്ങളുണ്ട്. ജീവിതം എന്താണ്? ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ?
സന്തോഷം എവിടെ നിന്നാണ് വരുന്നത്? എവിടെ പോയാലാണ് ആ സന്തോഷം എനിക്ക് കിട്ടുക? ഇത്തരം കുറേ ചോദ്യങ്ങൾ ഈ കച്ചവടക്കാരൻ്റെ ഉള്ളിൽ ഉണ്ട്. ആ ചോദ്യവുമായിട്ടാണ് സന്യാസിയുടെ അടുത്തേക്ക് വന്നത്. ആഴത്തിലുള്ള ധ്യാനം കഴിഞ്ഞ് സന്യാസി കണ്ണു തുറന്ന സമയത്ത് ഈ കച്ചവടക്കാരൻ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചു. ആ സമയത്ത് സന്യാസി ഒന്നും പറഞ്ഞില്ല, മൗനമായിട്ട് ഇരുന്നു. കുറെ കഴിഞ്ഞ് ഉത്തരം കിട്ടാതായ സമയത്ത് ഈ സന്യാസിയുടെ സാന്നിധ്യത്തിൽ ഈ കച്ചവടക്കാരൻ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് ശൂന്യമാവുന്നതായിട്ട് അറിഞ്ഞു. അദ്ദേഹം ശാന്തി അനുഭവിക്കുന്നതായിട്ട് അറിഞ്ഞു. അവിടെ ഇപ്പോഴ് ഒരു ചോദ്യങ്ങളും ഇല്ല. അപ്പൊ അദ്ദേഹം ഒരു സത്യം മനസ്സിലാക്കി. മൗനമായിരിക്കുന്ന, ധ്യാനത്തിലിരിക്കുന്ന ഒരു സന്യാസിയുടെ സാന്നിധ്യത്തിൽ ഉത്തരങ്ങൾ നൽകാതെ ഞാൻ ശാന്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങളും പോയിട്ടുണ്ടെങ്കിൽ, മൗനത്തിന്, ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മൗനം എന്ന് പറയുന്നതും ധ്യാനം എന്ന് പറയുന്നതും അത് അമൂല്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അങ്ങനെ നമുക്ക് ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ